എൻ്റെ സമയം വളരെ നല്ലതായതുകൊണ്ട് കുക്കറിൻ്റെ പിടി ഊരി കയ്യിൽ വന്നു ഗൈസ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഞാൻ ഗീ റൈസും നമ്മുടെ ബീഫ് കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് ഗീ റൈസ് ഉണ്ടാക്കാൻ അറിയത്തില്ല. ഞാൻ കുറേ യൂട്യൂബ് വീഡിയോ റെഫർ ചെയ്തിട്ടാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഇന്ന് രാവിലെ ഇൻസ്റ്റാഗ്രാം ഫീഡിൻ്റെ അകത്ത് ഫുള്ളും ഫുഡിൻ്റെ വ്ളോഗാണ്. അപ്പോൾ ഭയങ്കര ഒരു ക്രേവിങ്. അപ്പോൾ പിന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയത് ഇത് രണ്ടേ ഉള്ളൂ. അങ്ങനെ പിന്നെ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോ ഇന്നത്തെ വീഡിയോ ബീഫ് കറിയും ഗീ റൈസും. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോ ബീഫ് കറിക്ക് വേണ്ടിയിട്ട് സവാള, തക്കാളി, ഇത് മല്ലിയില, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. അത് ഇനി ബീഫ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. അത് അതിൻ്റെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതും കൂടെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ബീഫൊക്കെ ക്ലീൻ ചെയ്തു. ഇനി അതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് മസാലകളും എല്ലാം കൂടെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇത് നല്ലോണം കൈവച്ച് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കുക്കറിൻ്റെ അകത്ത് അടച്ച് വെച്ച് വേവിക്കാം. സമയം വളരെ നല്ലതായതുകൊണ്ട് കുക്കറിൻ്റെ പിടി ഊരി കയ്യിൽ വന്നു. പക്ഷെ ഞാൻ ഇത് അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വിസിൽ വരുമ്പം ഇത് തണുത്തിട്ട് വേണം ഇനി ഇത് തുറക്കാനായിട്ട്. ഇനി നമുക്ക് അടുത്ത ഗീ റൈസ് ചെയ്യാനുള്ള അടുത്ത പരിപാടി നോക്കാം. സോ ഗീ റൈസ് ചെയ്യാനായിട്ട് ഞാൻ വീണ്ടും അടുത്തൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് കുക്കറില്ലാത്തൊരു ജീവിതമില്ല ഗൈസ്. ഞാൻ എന്ത് ചെയ്താലും കുക്കറിൻ്റെ അകത്താണ് ചെയ്യുന്നത്. ഈ വീട്ടിൽ എത്ര കുക്കറുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇത് ചൂടായെന്ന് തോന്നുന്നു. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്. അതാണ് ഈ കുപ്പിയിലിരിക്കുന്നത്. ഇത് അപ്പച്ചി ഉണ്ടാക്കി തന്നതാണ്, ഞാൻ ഉണ്ടാക്കിയതല്ല. എനിക്കിതൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. ഇനി ഫ്രിഡ്ജിൽ ഇരുന്നുകൊണ്ട് കട്ട പിടിച്ചിരിപ്പുണ്ട്. നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇത് ബേ ലീഫ്, ഇതിൻ്റെ പേരറിയത്തില്ല, സ്റ്റാർ എന്നാണ് തോന്നുന്നു. പിന്നെ ഏലക്ക, ഗ്രാമ്പു, ഇതൊന്നും എൻ്റെ പേര് അറിയത്തില്ല. സിനിമയാണോ ആണെന്ന് തോന്നുന്നു. ഇതും കൂടെ നമുക്ക് കൊടുക്കാം. പഴക്കമില്ല അറിയാമോ? സവാള കൊടുക്കാം. സവാള മതിയായിട്ടില്ലേ? സവാളയും കൂടി ഇട്ടിട്ട് വഴക്കാം. ബീഫ് 3-4 വിസിലായെന്ന് തോന്നുന്നു. കുറച്ചുകൂടി വേവട്ടെ. ഒരു 6-7 വിസിലെങ്കിലും വേണമെന്ന് തോന്നുന്നു. വേണം തോന്നുന്നു. ബീഫിന് ഒരു 6-7 വിസിലായി ഇപ്പം തന്നെ. എന്നാലൊരു 2 വിസിലും കൂടെ അടിക്കട്ടല്ലേ. ഇതിൻ്റെ അകത്ത് ഇടാനായിട്ട് അതിൻ്റെ മുന്തിരിയൊന്നുമില്ല, വാങ്ങിക്കാൻ പറഞ്ഞു. ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്തതുകൊണ്ട് നേരത്തെ കൂടി ഇതൊന്നും വാങ്ങിച്ച് വെക്കാൻ പറ്റിയില്ല എന്നെ കൊണ്ട്. അപ്പോൾ ഇവിടെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ഗീ റൈസ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഒരു ബ്രൗൺ കളർ പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് റൈസ് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് മറ്റെന്താ ജീരകശാല റൈസാണ് ഇടുന്നത്. പക്ഷേ അതില്ലാത്തത് കൊണ്ട് ഞാൻ ബസ്മതി റൈസാണ് ഇട്ടത്. ഇത് ആക്ച്വലി ജിമ്മിൽ പോകുന്ന കാരണം പുള്ളിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് നമ്മൾ. അപ്പോൾ പുള്ളി അന്നേരം ആ സമയത്ത് നമ്മൾ സാധാ വീട്ടിലെ റൈസ് കഴിക്കില്ല. അപ്പോൾ ഈ റൈസായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം അതും കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നമ്മളോട് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അറിയില്ല ഇതെങ്ങനെ ആവുമെന്ന്, നോക്കാം.
ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ നല്ല സമയമായതുകൊണ്ട് മറ്റേ കുക്കറിൻ്റെ പിടി ഒടിഞ്ഞു കേൾക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ നല്ല സമയമായത് കാരണം കുക്കറിൻ്റെ പിടി ഒടിഞ്ഞു, ട്രൈപോഡ് സ്റ്റാൻഡ് ഒടിഞ്ഞു പോയി ഗൈസ്. ഇത് കണ്ടോ, ഇങ്ങനെ അടുക്കി വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇത് റൈസ് തേണ്ട ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് നാരങ്ങ നീരും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത്രയും വെള്ളമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു കണക്കനുസരിച്ച് ഞാൻ ഇതിനകത്ത് വെള്ളമൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫിൻ്റെ തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ബീഫിനുള്ള ഈ ഉള്ളിയൊക്കെ വഴറ്റണം. ഈ ഉരുളിക്കകത്താണ് ഞാൻ ബീഫ് കറി ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് ഞാൻ ആദ്യം എണ്ണ ഒഴിച്ചിട്ട് പിന്നെ കടുകും ഈ സവാളയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട്, ഞാൻ ഓൾറെഡി ബീഫിൻ്റെ അകത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ. ഇനി അതിന് ശേഷം ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിനകത്ത് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടണേ, അത് പയ്യെ ചേർക്കാം. ഞാൻ ബീഫ് ഈ ചട്ടിക്കകത്തോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ. മോള് ഉറക്കി കിടത്തിയതാണ് ഞാൻ, പക്ഷെ എഴുന്നേറ്റ് വന്നു. അത് കാരണം അത് ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആക്ച്വലി ഇങ്ങനെയല്ല, ഇനിയും കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്, എന്നാലേ ഇതിന് ശരിക്കും ബീഫിൻ്റെ ഒരു ഇത് വരുത്തോളൂ. അങ്ങനത്തെ ഞാൻ ഉറക്കി കിടത്തിയതല്ലേ? അല്ലേ? ആണല്ലോ, ഞാൻ ഉറക്കി കിടത്തിയതാണല്ലോ. എന്താ ഉറങ്ങാത്തെ? കണ്ട ഉറക്കം പോയത് പോലും ഇല്ല. ഞാൻ ഫോട്ടോ ഇടുന്നു. എന്താ ഇതെന്താ എന്താക്കി? ബീഫ് കറിക്കകത്ത് കുറച്ചുകൂടി മസാലകളെല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് കറിക്കകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇതെല്ലാം ഞാൻ ഇവളെയും കയ്യിൽ വെച്ചുകൊണ്ടാണ് ചെയ്തത്, അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാഞ്ഞത്. സോ ഇതാണ് ബീഫ് കറി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെങ്ങനെ കാണിക്കണമെന്ന് എനിക്കറിയത്തില്ല. ഇവളൊന്ന് പോയി കിടന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ഉറങ്ങാവോ ഒന്ന്? ഇല്ലേ? ഓക്കെ, ഉറങ്ങണ്ട, ഇതിങ്ങനെ തന്നെ ഇരുന്നു. ഗൈസ്, അങ്ങനെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്, ഗീ റൈസും റെഡി ആയിട്ടുണ്ട്. ബീഫ് കറി കുറച്ചുകൂടി ഒന്ന് തിളപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഗീ റൈസും ആയിട്ടുണ്ട്. ഇനി ഞാനത് സെർവ് ചെയ്തിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. സക്സസ്ഫുള്ളി ഇതാണ് നെയ്ച്ചോറ്. ഇങ്ങനാണോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാനത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ബീഫ് കറി നമുക്കിനി ഇത് കഴിച്ചും കൂടെ നോക്കാവേ. കഴിക്കാം. ആണെന്നുണ്ടോ? ഇതിൻ്റെ അകത്ത് ഇച്ചിരി അണ്ടിപ്പരിപ്പും മറ്റെന്നാ മുന്തിരിയും കൂടെ ഉണ്ടായിരുന്നേ നല്ല സെറ്റായിരുന്നു. ഞാൻ പക്ഷെ അതില്ല. അതിന് ഞാനിത് ഉണ്ടാക്കണമെന്ന് ഇത് ഉണ്ടാക്കാതെ നേരമാണ് പ്ലാൻ ചെയ്തത്. ഇത് ഉണ്ടാക്കാതെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തായിരുന്നെങ്കിൽ ഞാൻ നല്ലത്. അയ്യോ, ചൂടാണോ? ആ സ്റ്റാൻഡ് ഒടിഞ്ഞു പോയി ആദ്യേ. അത് നമ്മുടെയൊക്കെ സമയം വളരെ മോശമായതുകൊണ്ട് നല്ല മഴ. നമുക്ക് വെളിയിൽ പോയിരുന്ന് കഴിച്ചാലോ? മഴയും നോക്കിയിരുന്നു. എന്നാ നീ വിട്ടിരുന്നു, ഞാൻ പോയി കഴിച്ചിട്ട് വരാം. ഓക്കെ. വെള്ളാവോ അസിയെ? വെള്ളാവോ? ടേസ്റ്റ് ഉണ്ടോ? ഇവിടെ എന്താ വീഡിയോ എടുക്കുവാണോ? കഴിച്ചത്
ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളവും കൂടെ കുടിച്ചിട്ട് ഞാൻ ഈ വ്ളോഗ് എൻഡ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. സോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. ബൈ.